ക്യാമ്പസിലും കാര്യങ്ങളിലൊക്കെ സൗഹൃദങ്ങൾക്കിടയിൽ വന്നു പോകാറുണ്ട് ഈ പദപ്രയോഗങ്ങൾ. പക്ഷെ അതൊരിക്കലും വംശീയമായും അവരെ അധിക്ഷേപിക്കണം എന്നുള്ള രീതിയിലല്ല, സർക്കാസ്റ്റിക് ആയിട്ട് തമാശ രൂപത്തിൽ കളിയാക്കാന്നുള്ള രീതിയിൽ തീരെ പോരാന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ അവരെ ഒരിക്കലും വലിച്ചു കീറാനോ തരം താഴ്ക്കാനോ ഉള്ള രീതിയിൽ പ്രയോഗിക്കുന്നതായിട്ട് അങ്ങനെ ആരും ഉപയോഗിക്കലില്ലല്ലോ. പക്ഷേ പൊതുസമൂഹത്തിലും അല്ലാതെ ക്യാമ്പസുകൾക്ക് പുറത്തിറങ്ങുമ്പോൾ അതൊരു നല്ല രീതിയിലെല്ലാം തോന്നുന്നു. എന്നാലും ചിലപ്പോഴൊക്കെ ആളുകൾക്ക് ഈ കോളനി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള എത്ര വെയിറ്റ് ഉള്ള വാക്കാണതെന്ന് മനസ്സിലാക്കാത്ത ഒരു ക്യാമ്പസിൽ അങ്ങനെ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കുട്ടികൾ പോകാറില്ല. ജസ്റ്റ് ഒരു തമാശക്ക് ഉപയോഗിക്കുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, എന്റെ വ്യൂ പറഞ്ഞു. അതൊരു സർക്കാസം അങ്ങനത്തെ സാധനങ്ങളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അത് കേട്ട്, അതായത് ഇപ്പൊ എന്നെയാണ് അങ്ങനെ വിളിക്കുന്നതെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് ഒരു പെർട്ടിക്കുലർ ജനതയെ വിളിക്കുന്ന പേരാണെന്നൊക്കെ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ഹേർട്ടാവും. ഇപ്പോൾ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരല്ലേ, പലപ്പോഴും കമന്റുകളുടെ അടിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ കോളനി അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനം. എന്തായാലും അതൊരു റെവല്യൂഷണറി ഉത്തരവായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ മൊത്തം നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതിയെ നമ്മൾ വലിയ രീതിയിലൊന്ന് പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം എന്തും വിളിച്ചു പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമായി സോഷ്യൽ മീഡിയ മാറുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇടങ്ങൾ കേരളത്തിൽ തന്നെ കോളനി, ഒരുപക്ഷെ നമ്മുടെ മുൻകാലങ്ങളിലെ ഗവൺമെൻറ്റുകൾ തന്നെ ഒരുപക്ഷെ അവരുടെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ബോധപൂർവം കോളനികളിൽ നിന്ന് ചേർത്ത പേരുകൾ പല ഇതിലുമുണ്ട്. കോളനികളിൽ താമസിക്കുന്ന രേഖകളിൽ കോളനികൾ എന്നുള്ള ഇതിലുണ്ട്. അല്ലെങ്കിൽ മോശമായി പെരുമാറുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അവർ കടന്നു വരുന്നത് ഒരു കോളനിയിൽ നിന്നാണ് എന്ന രീതിയിൽ പറഞ്ഞതിനെ ഒഴിവാക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോളനി ആളുകളെ അധിക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ടോ? കോളനിയിൽ നിന്ന് വന്നവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലവരൊക്കെ ഈ റിച്ച് ആൾക്കാരൊക്കെ ഭയങ്കര വൈബായിട്ട് നടക്കുന്നവരൊക്കെ പറയും അവരൊക്കെ എന്താണ് ലോ ക്ലാസ് ആണ്. നമ്മൾ പഠിക്കുന്ന സൗഹൃദ വലയത്തിനുള്ളിലൊക്കെ ആളുകൾ കോളനി കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്, നമ്മളെ കളിയാക്കാറുണ്ട്. അങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പൊ നമ്മള് സഹപാഠികളോടൊക്കെ പറയാറുണ്ടോ അത് ശരിയല്ല? അങ്ങനെ പറയാറൊന്നുമില്ല, പക്ഷെ അവർക്ക് ഒത്തിരി ഫീൽ ആവുന്നുണ്ട്. അപ്പൊ കോളനിയിൽ നിന്ന് വരുന്നവര് ശരിയല്ലാത്തവരാണ്, അവര് സ്വഭാവം കൊള്ളില്ല, അല്ലെ അവർക്ക് ക്രിമിനൽ ബന്ധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടോ ആളുകൾക്കിടയിൽ? കളിയാക്കാറില്ല. പൊതുജനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും തുല്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാവരും തുല്യമായിട്ടാണ്, അല്ലാതെ ഞങ്ങൾ അവരെ മാറ്റി നിർത്താറില്ല.